സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. KM എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതി CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കോവിഡ് ബാധിതയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിൽ ഡ്രൈവറായ പ്രതി നൌഫലിന് ജീവപര്യന്തം ശിക്ഷ, 1,80,000 രൂപ പിഴയും ചുമത്തി. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2020 സെപ്റ്റംബർ 5-നാണ് കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോകും വഴി ആറന്മുളയിലെ മൈതാനത്ത് വെച്ച് യുവതിയെ ഇയാൾ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ചത്. പാലക്കാട് നഗരസഭയുടെ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് RSS നേതാവിന്റെ പേരിട്ടതിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും DYFI പ്രവർത്തകരും സ്ഥലത്തെത്തി തറക്കല്ലിടൽ ചടങ്ങ് തടഞ്ഞ് പ്രതിഷേധിച്ചു. തറക്കല്ലിടുന്നതിനായി എടുത്ത കുഴിയിൽ ഇറങ്ങി നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾക്ക് ജാമ്യമില്ല. പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത രീതി പരിഗണിച്ച് ഇവർക്ക് ജാമ്യം നൽകരുതെന്നും രക്ഷിതാക്കൾക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്നുമായിരുന്നു ഷഹബാസിന്റെ കുടുംബത്തിന്റെ വാദം. ഈ വാദങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. അതിനായി 17 കോടി രൂപ കൂടി അധികമായി സർക്കാർ കെട്ടിവെക്കണം. ഹൈക്കോടതി രജിസ്ട്രിയിൽ തുക നിക്ഷേപിക്കാനും നിർദ്ദേശമുണ്ട്. SFI സംസ്ഥാനത്തെ ലഹരി വ്യാപാരത്തിന്റെ കണ്ണിയായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SFI കേരളത്തിൽ ഒരു സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണെന്നും CPIM നേതൃത്വം ഇടപെട്ട് സംഘടന പിരിച്ചുവിടണമെന്നും VD സതീശൻ പറഞ്ഞു. മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി ജോജുവുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരുന്നത്. നാട്ടുകാർ പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കുട്ടി പീഡന ശ്രമം തടഞ്ഞുവെന്നും തുടർന്നായിരുന്നു കൊലപാതകമെന്നുമായിരുന്നു പ്രതി മൊഴി നൽകിയത്. കുവൈറ്റ് ബാങ്ക് ലോൺ തട്ടിപ്പ് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. മൂവാറ്റുപുഴ സ്വദേശി രാഹുൽ ലതീശൻ, കുമരകം സ്വദേശി കീർത്തിമോൻ സദാനന്ദൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. കുവൈത്തിലെ ഗൾഫ് ബാങ്കിൽ നിന്നും പ്രതികൾ 1 കോടിയിലധികം രൂപ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ വഞ്ചിച്ചുവെന്നാണ് കേസ്. അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ NIA കസ്റ്റഡിയിൽ വിട്ടു. പാട്യാല ഹൌസ് കോടതി NIA ജഡ്ജി ചന്ദ്രജിത് സിംഗിനു മുന്നിൽ ഹാജരാക്കിയ റാണയെ 18 ദിവസത്തേക്കാണ് NIA കസ്റ്റഡിയിൽ വിട്ടത്. തുടർന്ന് NIA ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. തമിഴ്നാട് മന്ത്രി K പൊന്മുടിയെ DMK ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ശൈവ വൈഷ്ണവ വിഭാഗത്തിലെ സ്ത്രീകളെ കുറിച്ച് പൊന്മുടി നടത്തിയ മോശം പരാമർശം വിവാദമായതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ അച്ചടക്ക നടപടി. ശൈവ വൈഷ്ണവ വിഭാഗത്തിലെ സ്ത്രീകളെ കുറിച്ച് പൊന്മുടി നടത്തിയ മോശം പരാമർശം വിവാദമായതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ അച്ചടക്ക നടപടി. US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% തീരുവ ചുമത്തിയതിൽ ഡൊണാൾഡ് ട്രംപിന് ചൈനയുടെ മറുപടി. നടപടിയെ ഭയക്കുന്നില്ലെന്ന് ചൈന വ്യക്തമാക്കി. US-ന്റേത് ഏകപക്ഷീയമായ ഭീഷണിയാണെന്നും ഇതിനെ ചെറുക്കാൻ യൂറോപ്യൻ യൂണിയൻ തങ്ങളുമായി കൈകോർക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു.